ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനും ഇല്ല, ഒരു ഡെക്കറേഷനും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ, നട്ടലില്ലാതായി പോയല്ലോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ സബ്ജക്ട് നമ്മുടെ രേണുസുതിയാണ്. ഇന്നലെ നമ്മൾ രേണുസുതിയുടെ ഒരു വീഡിയോ കുഴമ്പൊക്കെ ഇട്ട് തിരുമി രേണു അമ്മൂമ്മ കുളിക്കുന്ന ഒരു വീഡിയോയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പം എക്സ്ക്ലൂസീവ് വീഡിയോ പുറത്തു വന്നു. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ആദ്യം മുതൽ അവസാനം വരെ കാണുക. കാര്യം ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം രേണുസുതിയുടെ കുറച്ച് കുലിസിത വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ ഇന്ന് വന്ന എക്സ്പ്ലനേഷൻ വീഡിയോ കൂടി കാണിച്ചു തരാം. എക്സ്പ്ലനേഷൻ വീഡിയോ ആദ്യം ഇട്ട് വന്ന് മെഴുകിയിട്ട് പോയപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, രേണു ഒരു സെന്റൻസ് എടുത്ത് വെച്ച് എല്ലാവരും പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയാത്തതെന്നാ. അപ്പൊ അടുത്ത എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ആ ഒരു വിട്ടുപോയ സെന്റൻസ് ആയിട്ട് വന്നു. ഇതിൽ കാണിക്കുന്ന ഈ ഒരു വീഡിയോ 18 വയസ്സിന് മേലുള്ളവർ മാത്രം ഇന്നത്തെ വീഡിയോ കാണുക. ഒരു കുട്ടികളെ അടുത്ത് പിടിച്ച് ഇരുത്തരുത്. ഒപ്പം തന്നെ ഇതിലുള്ള ഇതൊന്നും ഞാൻ ബ്ലർ ചെയ്യാതെ കാണിക്കുന്നത് ഇത്രയും വൃത്തികേട് ഉള്ളത് കൊണ്ടാണ് ഇവരെ എതിർക്കുന്നതെന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരറിയണം. അപ്പൊ ഞാൻ അവരുടെ എക്സ്ക്ലൂസീവ് വീഡിയോയിലെ കുറച്ച് രംഗങ്ങൾ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. എന്നിട്ട് എക്സ്പ്ലനേഷൻ വീഡിയോയും പറയാം. നമ്മുടെ ബോഡി ഷേപ്പ് ഞാൻ കണ്ടതാ കണ്ടു, നിങ്ങളും കൂടെ കാണും. ലൈവ് നൈറ്റ് വരാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞില്ലേ നൈറ്റ് ചില ഞാൻ നേരത്തെ ഓർമ്മ അങ്ങനെയൊക്കെയാണ്. നോക്കാം. സയ്യിദ്, താങ്ക് യു. അപ്പോൾ ഇതാണ് ഇന്നലെ എക്സ്ക്ലൂസീവില് ചേച്ചി പറഞ്ഞ വീഡിയോസ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആസ്വാദനം തോന്നിയോ, നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ വന്നോ, നിങ്ങൾക്ക് എന്ത് വികാരമാണ് വന്നതെന്ന് ദയവ് ചെയ്ത് എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പം നമുക്ക് എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് വന്നത് നമുക്കൊന്ന് കാണാം. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ അപ്പൊ നമുക്ക് ആദ്യം ഇത്ര ഭാഗം പറയാം. ഏതോ ഒരുത്തൻ കയറി അതിനകത്ത് കയറിയിട്ട് എടുത്ത് പുറത്തേക്ക് ഇട്ടു എന്ന് പറയുന്നു. അത് ലൈവ് പോയതായിരുന്നു എന്ന് പറയുന്നു. നമുക്ക് മനസ്സിലായി ലൈവാണെന്ന്. നിങ്ങൾക്ക് ഇപ്പോഴാണോ മനസ്സിലായത് ലൈവാണെന്ന്? നമ്മൾ പറഞ്ഞില്ല ഇത് പേഴ്സണൽ ചാറ്റ് ആണെന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും മെസ്സേജ് അങ്ങോട്ട് അയച്ചതാണോ എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. പിന്നെ ഇന്നലെ ഷെഫീനേത്ത കുറച്ച് വീഡിയോസ് ഇതുപോലെ തന്നെ എക്സ്ക്ലൂസീവില് കാണിച്ച കുറച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുത്ത കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ ചാറ്റും അയച്ചു. അപ്പൊ അത് സത്യമാണ് അല്ലേ? അത് സത്യം അല്ലെന്ന് നിങ്ങൾ എങ്ങും പറയുന്നില്ല. നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തതല്ല, ഇത് ലൈവാണ്. അപ്പൊ അങ്ങോട്ട് അയച്ചു കൊടുത്തതാണ് ഇന്നലെ. അപ്പൊ ഇത്രയും വന്ന് പറഞ്ഞ് മെഴുകിയ സ്ഥിതിക്ക് എന്താ ഇന്നലെ തമ്പുരാട്ടി കുഴമ്പിട്ട് കുളത്തിൽ കുളിക്കാൻ പോയപ്പോ കാണിച്ച വീഡിയോയും കൂടെ കുറിച്ച് അന്ന് പറയാത്തത്? എന്തേ പറയാത്തത്? നിന്റെ നാക്കിറങ്ങിപ്പോയാ പറയാൻ? നാക്കാണല്ലോ ഇപ്പൊ ഇവിടുത്തെ സംസാര വിഷയം, നാക്കാണല്ലോ എല്ലാം. ഇത് നാക്കിറങ്ങിപ്പോയാ അതും കൂടെ വന്ന് പറയടി. ഏതോ ഒരുത്തൻ കയറി അതിനെ ആസ്വദിച്ചെന്ന്. ഏതവനാ ആസ്വദിച്ചത്? ഇത് കണ്ട് ആസ്വദിക്കുക എന്തായിരിക്കുന്നേ? അതിനാണ് ഞാൻ ആദ്യം വീഡിയോ കണ്ടത്. ഛർദിക്കാൻ വന്ന് ഒരാളിന്റെ മുഖത്ത് നോക്കി ഛർദിക്കാൻ വരുന്നു അല്ലെങ്കിൽ അറപ്പ് തോന്നുന്നു എന്ന് ഒരു കാലത്ത് നമ്മൾ പറയാൻ പാടില്ല. കാര്യം നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് തോന്നും. പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ. ഈ പ്രകടനങ്ങള്, ഈ വികാര വിക്ഷോഭങ്ങള് എല്ലാം തന്നെ ഛർദിക്കാൻ വന്നതാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ പ്രേക്ഷകരെ? നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവും കൂടി ഒന്ന് കേൾക്കാം. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി? ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ.
ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണെങ്കിലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്. മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? സബ്ബില്ല, ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ ഞാൻ സിനിമയെ പറയും പോലെ മമ്മ അത് വേണ്ട. പിന്നെ ഇതാണോ നിങ്ങളുടെയൊക്കെ പരിപാടി എന്ന് വെച്ചാൽ നിന്റെ പരിപാടി എന്തോന്നാടി അതിന്റെ അകത്തിരുന്ന്? നീ എന്തോ അവിടെ ഇരുന്ന് വല്ല പാചകം ചെയ്യുവാണോ? അല്ലെങ്കിൽ നീ അവിടെ ഇരുന്ന് ഡേ ഇൻ മൈ ലൈഫ് പോലെ പറയുകയാണോ? അല്ലെങ്കിൽ നീ അവിടെ ഇരുന്ന് ഏതെങ്കിലും ഒരു ബ്യൂട്ടി പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുകയാണോ? അല്ലല്ലോ. നീ കാണിക്കുന്ന പരിപാടിയെക്കാട്ടിയും കൊള്ളാം ആ പരിപാടി. പിന്നെ ഏതവനെടുത്ത് പുറത്തിട്ടതായാലും അവൻ നല്ല ബുദ്ധിമാൻ. അത് മാസ്റ്റർ മൈൻഡ് മനു ആണെന്ന് തോന്നുന്നു. ആരായാലും അടിപൊളി. നീ വിചാരിച്ചോ നിന്നെ ഇരുന്ന് ആസ്വദിച്ച് നിന്റെ കൂടെ ആരാധന തോന്നിയാണ് എടുത്തിട്ടെന്ന്? എടി നിന്റെ വീഡിയോ ഇങ്ങനെ എടുത്തിടാൻ വേണ്ടി തന്നെ ഒട്ടുമുക്കാൽ പേരും അതിന്റെ അകത്ത് കയറി ഇരുന്ന് കാണുന്നത്. അല്ലാതെ ആസ്വദിച്ച് പറയല്ലേ. നീ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടാവും, വേറെ ഒരുത്തനും ആസ്വദിക്കുന്നില്ല. ഇത് ലൈവാണ്, ഇതിൽ കമന്റ് പോകുന്നുണ്ട്, അതിന് എവിടെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അവൻ പോലും ആസ്വദിച്ചിട്ടില്ല, അവനും ഇരുന്ന് ചിരിച്ചിട്ടായിരിക്കും ഇതൊക്കെ അയക്കുന്നത്. പിന്നെ ചുണ്ട് പൊട്ടിയ കാര്യം, അത്രയ്ക്ക് ചുണ്ട് പൊട്ടിയ ഉവ്വാവ് ഉള്ള മോൾ എന്തിനാ വന്നിരുന്ന് ചെയ്തത്? നീ എന്താ ഇന്നത്തേക്ക് അതാക്കാത്തത്? നീ ലൈവിൽ കയറിയിട്ട് പറയാത്തെന്താ? ഇന്ന് ഞാൻ ഒരുപാട് കാര്യത്തിന് ലൈവിൽ ഇരിക്കുന്നില്ല, എന്റെ ചുണ്ട് പൊട്ടിയെന്ന്. കാലാവസ്ഥ, ഒരാൾ ചുണ്ട് പൊട്ടുമ്പോ കാലാവസ്ഥയിൽ ഇങ്ങനെയാണോ അതിന്റെ അകത്തിരുന്ന് ചെയ്യുന്നത്? അതിന്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാനത് ഇടുന്നില്ല. മഹാവൃത്തിയുടെ വീഡിയോ ആണ്. അങ്ങനെയാണോ ഒരു ചുണ്ട് പൊട്ടുമ്പോ ഇടുന്നത്? നീ എല്ലാ കാര്യത്തിനും കോണ്ടാക്ട് മൈ മാനേജർ എന്ന് പറയുമല്ലോ. നീ ആദ്യം പോയി കോണ്ടാക്ട് ചെയ്ത് അവളുടെ അടുത്ത് ചോദിക്കടി, ചുണ്ട് പൊട്ടുമ്പോ എന്താണ് വേണ്ടതെന്ന്. ഒരു ലിപ് ബാം വാങ്ങിച്ചിടണം, അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് എടുത്ത് ഇങ്ങനെ വെക്കണം. അല്ലാതെ തുപ്പൽ വെച്ചല്ല ഇട്ട് ഉണ്ടാക്കേണ്ടത്. അതുപോലും മനസ്സിലാവില്ലേ ഭവതിക്ക്? അപ്പൊ നീ ആദ്യം നിനക്ക് അതിന്റെ ഉള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്നിരുന്ന് നീ ചെയ്യണം. നീ ചുണ്ട് പൊട്ടിന്നും പറഞ്ഞ അവിടെ ഇരുന്ന് ചുണ്ടിലെ വേലത്തരങ്ങൾ കാണിക്കുന്നത് കാണുമ്പോ എന്താ ആർക്കും മനസ്സിലാവൂലേ? എവള് ഫസ്റ്റ് ഈ മെഴുകുന്ന വീഡിയോയിൽ വന്നപ്പം എവള് ഈ ചുണ്ട് പൊട്ടിയ കഥയും കൊണ്ട് വന്നിട്ട് എവളങ്ങ് പോയപ്പോ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്തെന്നറിയാമോ? അപ്പൊ ചുണ്ട് പൊട്ടിയതാണെങ്കിൽ എവൾ അതിലൊരു ഡയലോഗ് പറഞ്ഞു. എന്താണെന്നറിയാമോ? അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടാ, എങ്കിലും ഞാൻ പറയാം. ആരോ കമന്റിൽ ഏതാ കഴിപ്പണം കെട്ട ജന്തു അയച്ചു കൊടുത്ത് കടിക്കട്ടെ എന്ന്. അപ്പൊ എവള് പറഞ്ഞു എന്റെ ചുണ്ടിൽ കടിക്കല്ലേ പൊട്ടിയിരിക്കുവാന്ന്. അപ്പൊ അതിനെടുത്ത് വെച്ച് പറഞ്ഞു ചുണ്ട് വയ്യെങ്കിൽ എന്തിനാ അങ്ങനെ ഒരാൾ ചോദിച്ചപ്പോ ആൻസർ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് ഭവതിക്ക് മനസ്സിലായില്ല, മണ്ടത്തരമായിപ്പോയി. അപ്പൊ എവള് പോയപ്പം എവളെ കൂടെയുള്ളവരാരോ വിളിച്ചു പറഞ്ഞ്, രേണു ആ സെന്റൻസ് എടുത്ത് വെച്ച് എല്ലാരും കൂടെ നിന്നെ അറിഞ്ഞാൻ ട്രോളുന്നുണ്ട്, നീ അറിഞ്ഞില്ലേ? ആ സെന്റൻസ് നീ പറഞ്ഞായിരുന്നു, അതിന് വന്ന് പറയാൻ. എവള് ഉടനെ കാറിൽ കയറി അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു. ഇതിന്റെ ആ ചുണ്ട് പൊട്ടുന്ന ഇതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, അവള് പറയുന്നത്. അതും കൂടി കേട്ടിട്ട് നമുക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടി കാണാം. കണ്ട, കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക, തൊലി പോയിരിക്കുക. മെസ്സേജ് ചെയ്യുന്നു അവളാ മറ്റവൻ ഗന്ധർവൻ അവളാ സ്വപ്നത്തിൽ വന്ന് ഇരുന്ന് ഉണ്ടാക്കാൻ പോകുന്നു. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. ഇതൊന്നും ആർക്കും കണ്ടാൽ മനസ്സിലാവൂലേ, ആർക്കും കേട്ടാൽ മനസ്സിലാവൂലേ? എവള് നീ ഈ ലോകത്തെ ബുദ്ധിമതിയാണ്. ഞാൻ വരുന്നുണ്ട് ബാക്കി കാര്യങ്ങളിൽ. ഇനി അടുത്ത എവള് ഈ ചുണ്ട് പൊട്ടിയതിനുള്ള ഈ കടിക്കല്ലേ എന്ന് പറഞ്ഞതിനുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് കാണാം. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? ചേച്ചി പൊട്ടി, ചേച്ചി നന്നായിട്ട് പൊട്ടി തകർന്നു. അതാണ് ഈ ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കുന്നത്. ഇല്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. അതുകൊണ്ടാണ് നിനക്കൊന്നും നട്ടലില്ലേന്ന്. നട്ടലുള്ളവന്മാരാണ് എടുത്തിടുന്നത്, അല്ലാത്ത വേറെ ആരുമല്ല. നട്ടലുള്ളവന്മാരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി അതിലുള്ള സാധനങ്ങൾ എടുത്ത് പുറത്തൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത്. നിനക്കത് അത്രയ്ക്ക് മനസ്സിലായില്ലേ? നിന്നെക്കാട്ടി ബുദ്ധിയുണ്ടവർക്ക്. നീ വിചാരിക്കുന്നതൊന്നും ആരും അറിയുന്നില്ല. നിന്റെ ആരാധന മൂത്ത് ആരാധന അങ്ങ് ഒഴുകി ഇങ്ങനെ നിന്നെ കണ്ണും മിഴിച്ച് നീ അതിനകത്ത് എന്ത് കോപ്രായങ്ങളാണ് കാണിക്കണമെന്ന് ആരാധനയോടെ ഇരിക്കുന്നതാണെന്ന്. അല്ല, നീ ഇനിയെങ്കിലും മനസ്സിലാക്ക. അല്ല. അതുകൊണ്ട് നട്ടലുള്ളവരാണ് അത് ചെയ്തത്.
ചേച്ചിക്ക് നട്ടലില്ലെങ്കിലും ചെയ്തവന് നട്ടലുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. നാറി ആ കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചുമില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും. മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇടും മോനെ. ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ട്. എല്ലാ കാര്യത്തിലും പറയും. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മമാരുണ്ട്. ആ ഒരുപാട് എന്നുള്ളത് ഇന്നും ശൂന്യമാണ്. പിന്നെ രണ്ടാമത്, നിനക്കൊക്കെ പേടിയാണോ എന്ന് ചോദിച്ചു. നിനക്കാണ് പേടി. നിനക്ക് പേടിയില്ലെങ്കിൽ ഇന്നലെ ഷെഫീനെ ഇട്ട ആ കുഴമ്പ്, ആ കൊട്ടൻ ചുക്കാതി കുഴമ്പ് വെച്ച് തിരുമുന്ന വീഡിയോയെ കുറിച്ച് നീ വന്ന് പറഞ്ഞ് എക്സ്പ്ലനേഷൻ പറയാത്തത് എന്താ? നീ അതും ആണെന്ന് പറയൂ. ഇനി അത് പോട്ടെ, അതിന്റെ കൂടെ 3-4 ചാറ്റ് എടുത്തിട്ടു, അതിനെ കുറിച്ച് പറയാത്തെന്താ? നിനക്കാണ് പേടി. ഇത് പുറത്തിട്ടവർക്ക് ഒരു പേടിയില്ല. പിന്നെ നിനക്കൊരു പേടി. ഇനി സബ്സ്ക്രിപ്ഷനിലുള്ളവർ ഒന്നാമത് ഇറങ്ങിപ്പോയി. ഒരുപാട് പേരില്ല. ഹൻസിക ആ ഒരു കൃഷ്ണകുമാർ ആ ചേട്ടന്റെ മോള് ആ ഒരു വീഡിയോ വന്നതോടുകൂടി അവക്ക് 200-ൽ കിടന്ന സബ്സ്ക്രിപ്ഷൻ 1000 എത്രയോ 2000 എത്രയോ ആയി. ഇതിന്ന് എല്ലാരും കൂടെ അങ്ങോട്ട് പോയി. അമ്മച്ചി മാടി വിളിച്ച, ഇന്നലെ ഉച്ചയ്ക്ക് മാടി പോയവരെ വിളിച്ചതും ഉള്ളതിനെ പോകാതിരിക്കാൻ ഇങ്ങനെ മുറുകെ പിടിച്ച ആ കുഴമ്പ് വിട്ട് തിരുമി അതും കഴിഞ്ഞ് പോയപ്പോ ഉള്ളതാണ് കാണിച്ചത്. ആ ലൈവാണ് കാണിച്ചത്. അപ്പൊ ഇനിയിപ്പോ ഒരു പേടി. കാരണം ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ വരുന്നതിനെടുത്ത് പുറത്തേക്ക് ഇട്ടാൽ എവളിനി എന്ത് കാണിക്കാൻ? ആൾക്കാർക്ക് വട്ടുണ്ടോ പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷനിൽ കയറാൻ? അപ്പൊ അവരെന്ത് ചെയ്യും? അവര് കാത്തിരിക്കും, എന്തായാലും വരുമെന്നറിയാം. ഇനി ഇടും. ഇനിയും ഇതിന്റെ യൂട്യൂബിന്റെ വയലൻസ് തെറ്റിക്കാത്ത വീഡിയോസ് ആണെങ്കിൽ എല്ലാരും എടുത്ത് പുറത്തിടും, എല്ലാരും എടുത്ത് റിയാക്ട് ചെയ്യും. ഒരു സംശയവും വേണ്ട. പിന്നെ എന്തോ ചേച്ചി അതിന്റെ ഇടയിൽ പറഞ്ഞത് ഞാൻ എന്തോ കേട്ടില്ല. എന്തോ മാന്യമായിട്ടാണ് കാണിക്കുന്നെന്നോ? ചേച്ചി അതിനകത്ത് മാന്യമായിട്ടാണോ കാണിക്കുന്നത്? ഞാൻ ഇപ്പം ഇവര് മാന്യമായിട്ടാണ് കാണിക്കണമെന്ന് പറയുമ്പോൾ ഇടുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ വെക്കണ്ടെന്ന് കരുതിയതാണ്. അത് മഹാവൃത്തിയേടാണ്. അപ്പൊ മാന്യമായിട്ടാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അകത്ത് രാമായണം വായിക്കുകയാണോ? അതിനകത്ത് കുട്ടികളെ പിടിച്ചിരുത്തി ബാലരമയിലെ കഥകൾ പറയുകയാണോ? ഒന്നുമല്ലല്ലോ. ഇനി ആ വീഡിയോയും കൂടി കാണിച്ചു തരാം. എവള് നാക്കിട്ട് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട്. എനിക്കത് കാണിക്കാം. എവളാര് പാമ്പാ നാക്കിട്ട് പുറത്തിട്ട് ഇര പിടിക്കാൻ? എവളാര് നാഗ കന്യകെ എടുത്തിട്ട് കാണിക്കാൻ? അത് മഹാവൃത്തിയേട്. ഛർദിക്കാൻ വരും. അപ്പൊ ഇവള് മാന്യയാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് മാന്യതയുടെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. മാന്യത തുളുമ്പുന്ന വീഡിയോ. നമ്മളൊന്നും മാന്യരല്ല. കാരണം അങ്ങനത്തെ ഒരു വീഡിയോ നമുക്കില്ല ഗൈസ്, നമുക്കില്ല. നമ്മൾ മാന്യരല്ല. മാന്യതയുടെ മുഖം മൂടി അരിഞ്ഞു വീഴുന്ന വീഡിയോ കണ്ടോ? മാന്യതയുടെ മുഖം മൂടി അഴിഞ്ഞു വീണ വീഡിയോ. ആ നാക്കിട്ട് കളിക്കുന്നതൊന്നും ഞാൻ എടുക്കുന്നില്ല. അതിനകത്ത് ആരോ മെസ്സേജ് ഇട്ടു, ചേച്ചി നാക്കിട്ട് കളിച്ച് കാണിച്ചിരുന്നു. എന്റെ പൊന്നെ, ഏതവനാടേ ചോദിച്ചത്? അവന്റെ വീട് ഏതോ മരുഭൂമിയിലാണ്. കാരണം വല്ല മുരുക്കുമരം ഉണ്ടെങ്കിൽ കേറിയ അഭിമാനമുണ്ട് കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. അതുപോലും ഇല്ലാത്ത മരുഭൂമിയുടെ ഒത്ത നടുക്ക് താമസിക്കുന്ന ഏതോ കടിപ്പണം കെട്ടവനാണ് അത് ചെയ്തത്. അല്ലെങ്കിൽ ഈ വീഡിയോ പുറത്തിടാൻ വേണ്ടി എവളെ ട്രാപ്പിലാക്കി ചോദിച്ച ഏതോ ബുദ്ധിമാൻ. എന്റെ കൈ വരെ ഇടിച്ച് ഈ പെണ്ണുപിള്ളേരെ പ്രാക്കാണെന്ന് തോന്നുന്നു. ഇനി എന്തോ കണ്ട് ആസ്വദിച്ചിട്ട് ഞാൻ ചുണ്ടല്ലേ കാണിച്ചോളൂന്ന്. ഒരു ഈച്ച പോലും അതിൽ വന്നിരിക്കൂല കേട്ടാ, ഒരു ഈച്ച പോലും വന്നിരിക്കൂല. വൃത്തികെട്ട അഴുകിയ വല്ല പഴത്തിൽ വന്നിരിക്കുന്ന ഈച്ചയാണെങ്കിൽ പോലും അത് കറങ്ങിത്തിരിഞ്ഞ് അവളെ ചുണ്ടിൽ വന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല ഗൈസ്, തോന്നുന്നതേ ഇല്ല. ഈ പെണ്ണുമ്പുളെ 10 പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം പറഞ്ഞു പോടെ, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഇനിയാണ് കാണേണ്ടത്. കുറച്ച് പേര് വന്നിരുന്ന് പറഞ്ഞു, അവളുടെ ജോലി മാന്യതയുള്ള ജോലിയല്ലേ, മാന്യമായിട്ടല്ലേ അവൾ ജീവിക്കുന്നത്, വിധവകൾക്ക് വേണ്ടി
അവളുടെ 2 കുട്ടികൾക്ക്, അതിൽ ഒരു കുട്ടി രക്ഷപ്പെട്ടു പോയി, ആ കൊച്ചിന് വേണ്ടി അവൾ നാട്ടിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. 1-2 പ്രകടനം നമുക്ക് കണ്ടിട്ട് വന്നാലോ? എടേ, ഉപ്പുമാവ് ഇവിടെ എങ്ങാണ്ടാ വന്നിരിക്കണതിനെടുത്ത ഫീലിങ്സ് ആണ് എനിക്ക് തോന്നിയത്. അല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല റൊമാൻറ്റിക്കും തോന്നിയോ? ഉള്ള വികാരവും വിചാരവും കൂടെ പോയി. പിന്നെ ഞാനൊക്കെ നല്ല പ്രായമുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണിച്ചാൽ പോലും ഒരു വികാരവും വിചാരവും വരില്ല. ഏതവനെങ്കിലും കയറി കണ്ടിട്ടുണ്ടെങ്കിൽ അവനുള്ള വികാരവും വിചാരവും പോയാച്ച് കിളി പോയി. അത്ര തന്നെ എനിക്ക് പറയാനുള്ളത്. ഇനി ഒരമ്മച്ചി പറയുന്നത് കേൾക്കാം. അവരെ ഞാനന്ന് വെറുതെ വിട്ടതാണ്. നല്ല പ്രായമുള്ളൊരു സ്ത്രീ, എനിക്ക് കുറച്ച് ആരാധനയുണ്ട്, തമിഴിലൊക്കെ ഇത് അഭിനയിച്ച അമ്മയാണ്. അമ്മയെ കുറിച്ച് നമുക്ക് രേണുസുതിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? രേണുസുതിയെ കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായം അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ അവൾ കുട്ടികളെ വളർത്തണം. അതിന് അവൾ കലാഫീൽഡിൽ ഇറങ്ങി. അവൾ പുറത്തിറങ്ങാത്തൊരു വ്യക്തിയാണ്. ഇപ്പൊ അവൾക്ക് അവളെ കുട്ടികളെ പോറ്റണം. സുതി മരിച്ചെന്ന് പറഞ്ഞാൽ ആര് കൊടുക്കും പൈസ? അപ്പൊ അവൾക്ക് കഴിയുന്നത് പോലെ അവൾ കലാഫീൽഡിൽ ഇറങ്ങി അവൾ വർക്ക് ചെയ്യണം. അവളെ എന്റെ പൊന്ന് ദൈവമേ കാത്തോളണേ. എന്റെ പൊന്നെ അമ്മച്ചി ഇത് കാണുന്നുണ്ടോ? കൊച്ചുമോള് കിടന്ന് കാണിക്കുന്ന അപരാധിത്തരയെല്ലാം. അമ്മച്ചി ഇങ്ങനെ ആ കൊച്ചിനെ അവളെ പോറ്റാൻ ഈ ഒരു വഴിയാണ് കണ്ടെത്തിയത്. വല്ലപ്പോഴും ഒക്കെ സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കണം. അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളവർ പറയണം, എൻ്റെ കൊച്ചുമോൾ രേണുവിനെ പറ്റി ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും അവളുടെ വീഡിയോ കാണിച്ചു തരുമെന്ന് തോന്നുമ്പോൾ മറ്റേ സിനിമയിൽ പറഞ്ഞ ഡയലോഗുമായിട്ട് നിങ്ങൾ ഇങ്ങനെ വരും, മുണ്ടും പൊക്കി കാണിക്കൂ എന്നുള്ള ഡയലോഗ് ഉണ്ടല്ലോ, അതുമായിട്ട് അമ്മച്ചിക്ക് ഇറങ്ങേണ്ടി വരും സമൂഹത്തിൽ. കണ്ടോ കൊച്ചുമോളുടെ പ്രകടനങ്ങൾ? കൊച്ചുമോള് ചില സമയത്ത് നാഗകന്യകയാവും, നാക്കിട്ട് ഇരയെ പിടിക്കും, കണ്ടായിരുന്നോ? ചില സമയത്ത് ഉപ്പുമാവ് കുത്തിയെടുക്കും ലൈവില്, എന്നിട്ട് പറയും വികാരഭരിതയായി ആസ്വദിക്കുന്നു എന്നും പറയും. കൂടെ കൂടുന്നുണ്ടോ? ഇത്രയും പ്രായമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത ഒരു രേണുസുതി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എങ്ങനെയെങ്കിലും ഒക്കെ അവളൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയുന്ന ഒരു മഹാന്റെ വാക്കുകൾ കേൾക്കാം. മാങ്ങയുള്ള മാവിലെ കല്ലെറിയും. അല്ല, അങ്ങനെ വിമർശിച്ചതുകൊണ്ടല്ലേ അവരത്രയ്ക്ക് പബ്ലിസിറ്റി ആയത്. ഈ എങ്ങനെ വിമർശിച്ചാലും അവരോട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ആ ഇഷ്ടം കൂടുള്ളൂ, കുറയില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ സംഭവം അല്ലേ? അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. കൂട്ടുകാരൻ കണ്ടായിരുന്നോ? എക്സ്ക്ലൂസീവിൽ പോയി ഒന്ന് നോക്കണം. അപ്പൊ കാണാം മാങ്ങയും മാങ്ങാണ്ടിയും എല്ലാം. മാങ്ങയില്ല, മാങ്ങാണ്ടിയില്ല, ചക്കയില്ല, ചക്കക്കുരുവില്ലാത്തൊരവസ്ഥയാണ്. ആ മനുഷ്യൻ, നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള സുധി എന്ന് പറയുന്ന, കൊല്ലം സുധി എന്ന് പറയുന്ന ആ ചേട്ടൻ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖമാണ് അവസാനം കണ്ടത്. നിങ്ങളോടാണ് അവസാനം സംസാരിച്ചത്. നിങ്ങൾ അന്ന് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു, ആ സ്ട്രക്ചറിൽ കിടത്തിയപ്പം എനിക്ക് പറ്റുന്നില്ലടാ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ ഓർമ്മയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ആ മനുഷ്യനോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് വിടോ മനുഷ്യ. നിങ്ങൾക്ക് അത്രയ്ക്ക് മാങ്ങയുള്ള മാവ് എന്നൊക്കെ തോന്നിയെങ്കിൽ എന്താ സ്റ്റാർ മാജിക്കിൽ കൊണ്ട് ദമ്പതിമാരായിട്ട് ഇരുത്താത്തെ? കഴിവുള്ള കൊച്ചല്ലേ. ആ പ്രോഗ്രാം വേറെ ലെവലിൽ എത്തിയേനേലോ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നെങ്കിൽ. കുറച്ചൊരു മാന്യത. ഈ എക്സ്ക്ലൂസീവൊക്കെ ഒന്ന് കണ്ടിട്ട് ഒരു ഇന്റർവ്യൂ കൂടെ കൊടുക്കണം കേട്ടോ. അപ്പൊ പറയണം മാങ്ങയുള്ള മാവാണോ, മാങ്ങ പോയിട്ട് ഒരു ചക്കക്കുരു പോലും അതിൽ കാണുന്നില്ല. അതിൽ ഞാൻ പറയുന്നില്ല കൂടുതൽ. ഇനി ഇവളെ ഒരു ഇന്റർവ്യൂ വന്നപ്പം ഇവള് സുധിച്ചേട്ടനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അതും കൂടി നമുക്ക് കേൾക്കാം. ഇപ്പം സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സുധിച്ചേട്ടനാണ് ഒരു പെൺകുട്ടിക്ക് വാരി കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ രേണുസുതി എങ്ങനെ പ്രതികരിക്കും? സന്തോഷത്തോടെ പ്രതികരിക്കും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണെന്നറിയാമോ, സുധിച്ചേട്ടൻ ഈ സ്റ്റാർ മാജിക്ക് ഒരു പ്രാവശ്യം മൃദുല ആയിട്ടാന്ന് തോന്നുന്നു, മൃദുല ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന ഒരു സീൻ, എന്തോ ഒരു സ്കിറ്റിൽ, എന്തോ ഒരു ഡാൻസിൽ ഇവിടെ ഇങ്ങനെ വന്നു. അപ്പം എനിക്ക് എന്ത് സന്തോഷമാണ്, എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ്.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ നല്ല അടിപൊളി നടിമാരുടെ കൂടെ ഒക്കെ ഉമ്മ കൊടുക്കുന്ന സീനും, അതുപോലെ അനുവിൻ്റെ കൂടെ ഒരു ഡാൻസ്, ഒരു പച്ചത്തീയാണ് നീ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ വേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യണത്. കാരണം അത് അഭിനയമാണ്. ഏട്ടൻ ഇപ്പൊ ജീവനോടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് വേറെ നടിമാരുടെ കൂടെ. ശരി, സുധിച്ചേട്ടൻ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, രേണുസുതി എന്താണ് വികാരഭരിതയായിട്ട് ഇരിക്കുന്നു. എന്തു വിശാലമായ കുടുംബം. സുധിച്ചേട്ടനെ വരെ നീ അങ്ങനെ ഒരു ഭാര്യ, ഒരു ഭർത്താവ് എന്തഭിനയിച്ചാലും പോയി ഉമ്മ കൊടുത്താലും പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടും നിന്നെ സുധിച്ചേട്ടൻ ഈ ഫീൽഡിലോട്ട് വിട്ടില്ലെങ്കിൽ ഞാനൊരിക്കലും ഒരു പെൺകുട്ടിയെ ആണ് വിടണം അല്ലെങ്കിൽ അവന്റെ സമ്മതത്തോടെ വിടണം എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ നീ എല്ലാം സുധിച്ചേട്ടന്റെ മറ്റേ കുലസ്ത്രീയായിട്ടുള്ള ഭാര്യയാണല്ലോ. അപ്പൊ സുധിച്ചേട്ടൻ പറയുന്നത് പോലെ ജീവിക്കുമല്ലോ. നീ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞു, മറ്റേ സ്റ്റാർ മാജിക്കിൽ പോയപ്പോഴും പറഞ്ഞു എയർ ഹോസ്റ്റസ് ആയിട്ട് പോകുന്നില്ല. ഇല്ല, ഞാൻ കുടുംബിനി, എന്നോട് എയർ ഹോസ്റ്റസ് എന്ന് പറയല്ലേ, പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങ് എയറില്ല. അപ്പോ അങ്ങനെയുള്ള സുധിച്ചേട്ടൻ നിനക്ക് സമ്മതം തരണമല്ലോ, നീ എന്നാലല്ലേ പോവുള്ളൂ. വിടാത്തത് നീ നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലെയാണെന്ന് ആ മനുഷ്യൻ അറിയാം. അതുകൊണ്ടാണ് ആ മനുഷ്യൻ വിടാത്തത്. നീ ആ മനുഷ്യനിൽ കൂടെ കയറി ഇതുപോലെ ലൈം ലൈറ്റിൽ വന്നിരുന്ന് വെറും വൃത്തികെട്ട രീതിയിൽ നിനക്ക് ഇങ്ങനത്തെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് നീ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണെന്ന് കരുതി അയാൾ വിടും എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ 3ാമത്തെ കല്യാണം ആയതുകൊണ്ട് നീ ഭീഷണിപ്പെടുത്തുമ്പോൾ വിടുമെന്ന് വിചാരിച്ചു. പക്ഷേ നിനക്ക് നീ മുഴുവനായിട്ട് നീ പോയി അടവടലം മൂഞ്ചി. നിനക്കത് പറ്റിയില്ല. അത്രയും സ്വാതന്ത്ര്യം കൊടുത്തിട്ടും ചേട്ടൻ നിന്നെ ഇങ്ങനെ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോളെ നീ ഒന്നൊന്നര സാധനമാണ്. നീ ഭർത്താവ് ഡിവോഴ്സായിട്ട് നീ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വ്യക്തിയാണ്, നമ്മുടെ അലന്ന ജോസ് പെരേരയൊക്കെ പോലെ അങ്ങനെ വന്നതാണെങ്കിലോ ഇത്രയും പ്രശ്നമല്ലോ. ഒരു ഭർത്താവ് മരിക്കുമ്പം, അതും ഇതിലിരുന്ന ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഒരു ഇതും ഇല്ലാതെ പൊന്തി വന്ന നീ ഇത്രയും ഇത് കാണിക്കണമെങ്കിൽ എൻ്റെ പൊന്നുമോളെ നീ ഒരു വെടിക്കുള്ള പക്ഷി തന്നെയാണ്, ഒരു സംശയവും വേണ്ട. നീ ആ ദുബായില് 13 ദിവസം നീ പ്രൊമോഷന് നിന്നു. നീ 6 മണി മുതൽ വെളുപ്പാരാവിലെ 2 മണി വരെ നീ നിന്നു എന്ന് പറഞ്ഞപ്പം നിന്നെ എടുത്തിട്ട് ഇത്രയും റിയാക്ട് ചെയ്തെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു. നീ ഒരു വൃത്തികെട്ട രീതി, ശരിക്കും നീ അവിടെ വൃത്തികെട്ട രീതിയിൽ തന്നെയായിരിക്കും നീ പോയിട്ടുള്ളത്. ഇതിൽ ഇത്രയും ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ ഓൺലൈനിൽ ക്ലാസ് കൊടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ ചിലപ്പോൾ അവിടെ പ്രാക്ടിക്കലായിട്ടായിരിക്കും, ഒരു ഡൗട്ടും വേണ്ട. പിന്നെ രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത് ഒരുത്തൻ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് നിരന്തരം കമന്റ് ഇടുന്നുണ്ട്. ആദ്യം അവന്റെ ശ്രദ്ധയ്ക്ക് നീ വലതുമൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഇടറേ. നിന്റെ കമന്റ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് സമയം പോകണം. നീ ഏത് ജപ്പാൻ ഭാഷയെ കൊണ്ടുവരുന്നത്? ആദ്യം നീ നിന്റെ കൂട്ടുകാരിയെ അടുത്ത് ചോദിച്ച്, അവക്കും അറിഞ്ഞൂടെ ഇംഗ്ലീഷ്, എവനും അറിഞ്ഞൂടെ ഇംഗ്ലീഷ്. നീ ചില സമയത്ത് രേണുസുതിക്ക് എതിരെ കമന്റ് ഇടും, ചില സമയത്ത് രേണുസുതിക്ക് സപ്പോർട്ട് ചെയ്തിടും. നീ ഒന്ന് തീരുമാനിച്ചിട്ട് ഇട്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ഇതിലുള്ള ഒന്നും ഞാൻ ബ്ലർ ചെയ്ത് കാണിക്കാത്തത് ഇതൊക്കെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വരണം എന്ന് കരുതിയാണ് കാണിക്കുന്നത്. അല്ലാതെ എനിക്ക് അതൊന്നും കണ്ട് ആസ്വദിച്ച് ഇഷ്ടമുണ്ടായിട്ടില്ല. എനിക്ക് ഛർദ്ദിക്കാൻ വന്ന്. നിങ്ങൾക്ക് ഏത് വികാരമാണ് വന്നത്? ഓർക്കാനമാണോ, ഛർദിലാണോ, അതോ എന്ന് പറയണ വികാരമാണോ? എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയണം. അപ്പം ഇനി ഞാൻ ഇന്നലെ പറഞ്ഞു രേണുസുതി അടങ്ങിയിരിക്കില്ല, രേണുസുതി ഇനി തൊട്ട് ഇതായിരിക്കും. കാരണം ഇനി രേണുസുതി അടങ്ങിയിരുന്നത് പോലെ ഇരുന്നാൽ ഇനി അവർക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ എക്സ്പ്ലനേഷനുമായിട്ട് ഞാൻ ഇനി ഇടുവടാ, ഞാൻ ഇനി നിൽക്കുവടാ എന്നും പറഞ്ഞ് വെല്ലും വിളിച്ചുകൊണ്ട് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കാറിനകത്തിരുന്ന് എൻ്റെ എക്സ്ക്ലൂസീവ് പൂട്ടിക്കാൻ നോക്കടാന്ന് പറഞ്ഞതേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് ഫേസ്ബുക്ക് പൂട്ടി. അതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ രേണുസുതി ഇനി അടങ്ങിയിരിക്കത്തില്ല ഗൈസ്, അടങ്ങിയിരിക്കത്തില്ല. നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.